ദുബായിൽ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി ചിലപ്പം വർഷങ്ങളായിട്ടുണ്ടാകും, ചിലപ്പോൾ 7 വർഷം 10 വർഷം അങ്ങനെയൊക്കെ ഉണ്ടാകും. കാരണം ഒരുപാട് ആൾക്കാർ മുന്നേ ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് അത്യാവശ്യം സക്സസ് ആയി അന്ന് തൊട്ടേ അവരെ മനസ്സിൽ ആഗ്രഹമായിരിക്കും ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നുള്ളൂ. പക്ഷേ ഓരോ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ അവർക്കുള്ള നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രൈസ് ആയിരിക്കും പ്രശ്നം. അപ്പം അവർ വിചാരിക്കും ഇനി പ്രൈസ് താരട്ടെ എന്ന് വിചാരിക്കും. അപ്പം ഞാൻ ലാസ്റ്റ് ടൈമിൽ ഒരു ക്ലയൻറ്റിനെ വിളിച്ചപ്പോൾ 2017 തൊട്ടും ആ പുള്ളിക്കാർ ഒരു പ്രോപ്പർട്ടി 1 ബെഡ് നോക്കാൻ നിൽക്കുകയാണ്. അന്ന് ആ 1 ബെഡ് പ്രൈസ് എന്ന് പറയുന്നത് 4 lakh 5 lakh ആ ലെവലിലായിരുന്നു. പക്ഷേ ഇന്ന് ഒരു 1 ബെഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 million പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായ് റിയൽ എസ്റ്റേറ്റിൻ്റെ വളർച്ച ഓരോ ഇതിലും. കാരണം ഒരു പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആ ആൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി വാല്യൂ ഒരിക്കലും കുറഞ്ഞിട്ട് വാങ്ങാൻ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റില്ല. നിങ്ങൾ ഓൺസ് നിങ്ങളിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട് എങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അപ്രിസിയേഷൻ ഉണ്ടാകും. നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് റീസെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അപ്രിസിയേഷൻ കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ മടിച്ചിരിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ലൊരു ഡെവലപ്പർ, നല്ലൊരു പേയ്മെൻറ്റ് പ്ലാൻ, നല്ലൊരു ഏജൻറ്റ്, ഞാൻ എടുത്തു പറയുന്നു, നല്ലൊരു ഏജൻറ്റിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അപ്രിസിയേഷൻ കിട്ടും.